ഭദ്രകാളിയുടെ അവതാരമാണ് കണ്ണകി. തോറ്റമ്പാട്ടിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അത്തരം കഥകളിലൂടെയാണ് ഇന്നത്തെ കഥയമമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൊടുങ്ങല്ലൂർ ഭഗവതിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദേവി ഭദ്രകാളിയാണ്. ദാരികനെ വധിക്കാനായിട്ടാണ് അമ്മയുടെ അവതാരം ഉണ്ടായത്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രചാരത്തിലുള്ള മറ്റൊരു സങ്കല്പം കൂടി ഇന്നേ ദിവസം നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റൊന്നും തന്നെയല്ല, കൊടുങ്ങല്ലൂർ അമ്മയും കണ്ണകിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കണ്ണകിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തമിഴ് സംഘകാലത്തിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. സംഘകാലത്തെ കവികളിൽ ഏറ്റവും പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഇളങ്കോയുടെ ചിലപ്പതികാരം എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയിൽ കണ്ണകിയുടെ ചരിതം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥയാണ് ആത്യന്തികമായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പിറവിക്ക് കാരണം എന്ന ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണോ മഹാദേവന്റെ കണ്ണിൽ നിന്ന് ശ്രീഭദ്രകാളി ദാരികനെ വധിക്കാനായിട്ട് ജനിച്ചത്, അതുപോലെ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായിട്ടുള്ള ദേവീഭാവത്തെ കണ്ണകിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നേ ദിവസം ആ കഥയിലേക്ക് അല്പസമയം നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ ഏറ്റവും സുന്ദരിയും അത്യധികം അറിവുള്ളവളുമായിട്ടുള്ള കണ്ണകി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾക്ക് വിവാഹപ്രായമായ സമയത്ത് അവളുടെ മാതാപിതാക്കൾ എല്ലാവരും ചേർന്ന് കോവലൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യാപാരിയെ, ഒരു ധനികനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള യുവാവിനെ വിവാഹം ആലോചിക്കുന്നു. കോവലനും കണ്ണകിയും തമ്മിലുള്ള പൊരുത്തങ്ങളൊക്കെ കൃത്യമായി അവരുടെ ജാതകത്തിലും അവരുടെ മനസ്സുകൊണ്ടും രേഖപ്പെടുത്തുന്നു. അവരുടെ വിവാഹം നടക്കുന്നു. ആദ്യമൊന്നും വിവാഹത്തിൽ വലിയ അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് കണ്ണകിയും കോവലനും കഴിഞ്ഞു പോന്നിരുന്നത്. കണ്ണകി ആവട്ടെ അത്യധികം പാതിവൃത്യ വ്രതം സൂക്ഷിക്കുന്നവളായിരുന്നു. ഭർത്താവിനെ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണകിക്ക് എന്തും. അത്രയധികം ഭർത്താവിനെ അവർ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പോലും മാധവി എന്ന പേരുള്ള ഒരു നൃത്തക്കാരിയുടെ നൃത്തം കണ്ട കോവലന് കണ്ണകിയേക്കാൾ കൂടുതൽ സുന്ദരിയാണ് മാധവി എന്നുള്ള തോന്നലുണ്ടാവുകയും കണ്ണകിയെ ഉപേക്ഷിച്ച് പതിയെ പതിയെ കോവലൻ മാധവിയുമായി അടുക്കുകയും ചെയ്യുന്നു. അവസാനം കണ്ണകിയെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കോവലൻ മാധവിയുടെ ഗ്രഹത്തിൽ പോയി പാർക്കുന്നു. ആ സമയത്ത് പൂർണ്ണമായിട്ടും കോവലൻ്റെ ധനം മുഴുവൻ മാധവിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുകയും ഒരു തരത്തിലുള്ള സമ്പത്തും ബാക്കിയില്ലാതായ സമയത്ത് മാധവി കോവലനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. തനിച്ചാക്കപ്പെട്ട പരാജയപ്പെട്ട കോവലൻ തിരിച്ച് വളരെയധികം പശ്ചാത്താപത്തോടു കൂടി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. മാപ്പ് ചോദിക്കുന്നു. ചെയ്ത തെറ്റുകൾക്കൊക്കെ സമസ്താപരാധം പറയുന്നു. കണ്ണകി അത്രയധികം ഭർത്താവിനെ ആദരിക്കുന്നവളായതുകൊണ്ട് ആ തെറ്റ് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ കണ്ണകിയുടെ കൈവശമുള്ള ചിലമ്പുകളിൽ ഒന്ന് കൊടുത്തയക്കുന്നു. അതൊരു സ്വർണത്തിൻ്റെ ചിലമ്പായിരുന്നു. അതിനുള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നത് പവിഴമായിരുന്നു എന്നാണ്. ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് സമാധാനമായിട്ടുള്ളത് കൊണ്ട് ഉള്ളതുപോലെ ജീവിക്കാം എന്നുള്ള ധാരണയാണ് ആ ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ കോവലൻ മധുര പട്ടണത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ തട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഈ ചിലമ്പ് വിറ്റാൽ എത്ര രൂപ കിട്ടും എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. ആ തട്ടാൻ ആ രാജ്യത്തെ മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ആ രാജ്ഞിയുടെ ചിലമ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് നല്ലൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കിയ ആ സ്വർണ്ണപ്പണിക്കാരൻ കോവലൻ കൊണ്ടുവന്ന ചിലമ്പ് രാജ്ഞിയുടെ ചിലമ്പാണെന്നും ഇത് കോവലൻ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞു വരുത്തി. ഇത് രാജാവിനെ അറിയിച്ചു. കോവലനെ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോയി രാജസദസ്സിൽ കൊണ്ടുപോയി വിചാരണ ചെയ്തു. അവസാനം മധുരയുടെ രാജാവ് കൽപ്പിക്കുന്നു, ഇവൻ്റെ തല വെട്ടിക്കൊള്ളുക. ഉടനെ തന്നെ സമയമെടുക്കാതെ ഭടന്മാർ കോവലൻ്റെ തല അറക്കുന്നു. ഇത് കണ്ണകി അറിയുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ പതിവ്രതയായിട്ടുള്ള സ്ത്രീരത്നം കോപം കൊണ്ട് വിറച്ച് മധുരാ നഗരത്തിലേക്ക് കടന്നു വരുന്നു. തൻ്റെ കയ്യിലുള്ള ചിലമ്പെടുത്ത് നിലത്തടിക്കുന്ന കണ്ണകി
അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കാണിച്ചു കൊടുക്കുന്നു ഇതിനുള്ളിലുള്ളത് പവിഴമാണ്, രാജ്ഞിയുടെ ചെലമ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മുത്തുകളാണ് എന്ന്. പശ്ചാത്താപം കൊണ്ട് രാജ്ഞിയും രാജാവും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. കണ്ണകി അവരെ വധിച്ചു എന്നും പറയാറുണ്ട്. ആ അമ്മയുടെ കോപം പൂർണ്ണമായിട്ടും അടങ്ങാതെ തൻ്റെ ഒരു മുല പറിച്ചെടുത്ത് മധുരാ നഗരത്തിന് നേരെ വീശിയെറിയുന്നു കണ്ണകി. അതോടുകൂടി മധുരാ നഗരം നിന്ന് കത്താൻ തുടങ്ങുന്നു, കത്തിച്ചാമ്പലാവുന്നു. മധുരയെ മുഴുവൻ കത്തിച്ച് ആ ദേവിക്കുള്ളിലുണ്ടായിരുന്ന ഭദ്രകാളി ഭാവം പൂർണ്ണതോതിൽ ഉയർന്നപ്പോൾ ദേവി നേരെ ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യമായിരുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂരിലേക്ക് വരികയും അവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്നുമാണ് വിശ്വാസം. ആ സ്ഥലത്താണ് ചേരൻ ചെങ്കുട്ടുവൻ ദേവിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത്. അതാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് മാറിയത് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കണ്ണകിക്ക് മോക്ഷം ലഭിച്ച, കണ്ണകി സ്വർഗാരോഹണം നടത്തിയ സ്ഥലം എന്ന വിശേഷണം കൂടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുണ്ട്. ഒരു വിശ്വാസം അനുസരിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും കണ്ണകിയുടെ ഭൗതികാവശിഷ്ടങ്ങളുണ്ട് എന്ന ഒരു ധാരണ കൂടി പ്രചാരണത്തിലുണ്ട്. എന്തു തന്നെയായാലും ഓരോ സ്ത്രീയും ആത്യന്തികമായിട്ട് ദേവിയാണ്. അവൾക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളാണ് പരാശക്തി എന്നുള്ള മഹത്തായിട്ടുള്ള തത്വമാണ് ഈ കഥയിലൂടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ കണ്ണകിയായിട്ട് കൂടി സാന്നിധ്യം ചെയ്യുന്ന ആ കൊടുങ്ങല്ലൂരമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.